മുൻപാകെയും വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ അറിയിപ്പിനെ കേൾക്കണം. ബാറഖ്യമോർ, നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരായി തീർമാറാകട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായി നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും പ്രഘോഷിക്കുന്ന പരിശുദ്ധനായ ലൂക്കോസ് എവങ്കേലിസ്ത എഴുതിയ രക്ഷാ സുവിശേഷത്തിൽ നിന്ന്. വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ യേശുവിന് സ്തുതികളും നാം എല്ലാവരുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹായുടെ മനുഷ്യാവതാര വ്യാപാര കാലങ്ങളിൽ ഇവയെല്ലാം ഇപ്രകാരം സംഭവിച്ചു. അങ്ങനെ ഏറ്റുപറയുന്നു. വിളക്ക് കൊളുത്തി ആരും അത് പാത്രം കൊണ്ട് മൂടുകയോ കട്ടിലിന്റെ കീഴെ വെക്കുകയോ ചെയ്യുന്നില്ല. പിന്നെയോ പ്രവേശിക്കുന്നവർക്കെല്ലാം പ്രകാശം കാണുവാൻ അത് വിളക്ക് തണ്ടിന്മേലത്രേ വയ്ക്കുന്നത്. വെളിപ്പെടാതെ മറവായും പരസ്യമാകാതെ ഗൂഢമായും ഇരിക്കുന്നതൊന്നുമില്ല. നിങ്ങൾ കേട്ടതെങ്ങനെ അത് സൂക്ഷിച്ചുകൊള്ളുവീൻ. എന്തെന്നാൽ ഉള്ളവന് കൊടുക്കപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് തനിക്കുണ്ടെന്ന് വിചാരിക്കുന്നത് കൂടെ എടുക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ അവന്റെ മാതാവും സഹോദരങ്ങളും അടുക്കിലേക്ക് വന്നു. പുരുഷാര നിമിത്തം അവനോട് സംസാരിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. നിന്റെ മാതാവും സഹോദരങ്ങളും പുറത്തു നിൽക്കുകയും നിന്നെ കാണുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുവെന്ന് ചിലർ അവനോട് പറഞ്ഞപ്പോൾ അവൻ അവരോട്, ദൈവവചനം കേട്ടത് അനുഷ്ഠിക്കുന്നവരാരാകുന്നു? അവരാകുന്നു എൻ്റെ മാതാവും സഹോദരങ്ങളുമെന്ന് പറഞ്ഞു. അവൻ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കെ പുരുഷാരത്തിൽ നിന്ന് ഒരു സ്ത്രീ ഉച്ചസ്വരത്തിൽ, അങ്ങേ വഹിച്ച ഉദരവും അവിടുന്ന് കുടിച്ച മുലകളും ഭാഗ്യമുള്ളവയെന്ന് പറഞ്ഞു. അവൻ അവളോട്, ദൈവവചനം കേട്ട അതിനെ ആചരിക്കുന്നവരാണ് ഭാഗ്യവാന്മാരെന്ന് പറയുകയും ചെയ്തു. ബാറഖ്യമോർ, നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ.